ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള പാർട്ട് 1 മഹാത്മാഗാന്ധി എന്ന ടോപ്പിക്കിൽ മുൻവർഷ ചോദ്യങ്ങളും വിശദീകരണങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഇത് 2010 LPSCക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മഹാദേവ് ദേശായിയാണ്. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു മഹാദേവ് ദേശായി. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. അപ്പോൾ ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയ ഭാഷ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തി ഭാഷയിലാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ രചിക്കപ്പെട്ട ഭാഷ ഗുജറാത്തി ഭാഷയിലാണ്. ആ ഒരു ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1869 മുതൽ 1921 വരെയാണ്. 1869 മുതൽ 1921 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന കാലഘട്ടം. അത് ഓർത്തിരിക്കാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി, ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഹിന്ദു സ്വരാജാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഹിന്ദു സ്വരാജാണ്. 1909 പുറത്തിറങ്ങിയത്. ഇനി ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ അദ്ദേഹം എഴുതിയത് യർവാദ ജയിലിൽ വെച്ചിട്ടാണ്. ഇനി 1925 മുതൽ 1929 വരെ ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച ഗുജറാത്തി മാസികയാണ് നവജീവൻ. അപ്പോൾ ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. അത് പ്രസിദ്ധീകരിച്ച ഗുജറാത്തി മാസികയാണ് നവജീവൻ. ഇനി ഇതുമായിട്ട് സാമ്യമുള്ള മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായിയാണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആ ഒരു പരിഭാഷ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യങ് ഇന്ത്യയാണ്. അപ്പോൾ ഗുജറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി മാസികയായിട്ടുള്ള നവജീവനിലും ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് യങ് ഇന്ത്യയിലുമായിരുന്നു. അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആകാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് ജോർജ് ഇരുമ്പയമാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജോർജ് ഇരുമ്പയമാണ്. എന്നാൽ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ മലയാളം പരിഭാഷ ചെയ്തത് ജോർജ് ഇരുമ്പയമാണ്. എന്നാൽ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇനി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമൈൻ റോളണ്ട്. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമൈൻ റോളണ്ട്. ഇനി ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ, അത് RK നാരായൺ എഴുതിയൊരു പുസ്തകമാണ്. അത് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ, അത് RK നാരായണൻ്റേതാണ്. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മ ആ കൃതി എഴുതിയത് RK നാരായണാണ്. എ വീക്ക് വിത്ത് ഗാന്ധി, അത് എഴുതിയത് ലൂയി ഫിഷറാണ്. എ വീക്ക് വിത്ത് ഗാന്ധി എന്ന പുസ്തകം എഴുതിയത് ലൂയി ഫിഷറാണ്. ഗാന്ധിയും ഗോഡ്സെയും, അത് NV കൃഷ്ണവാര്യർ എഴുതിയ പുസ്തകമാണ്. ഗാന്ധിയും ഗോഡ്സെയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇത് കുറച്ച് പഴയ ചോദ്യമാണ്. 2001 LPUPയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 1948 മരണപ്പെട്ട പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു. അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി മരണപ്പെട്ടത് നമുക്കറിയാം 1948 ജനുവരി 30-നാണ്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് 1948 ജനുവരി 30-നാണ്. അപ്പോൾ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എവിടെ വെച്ചാണ്? ബിർള ഹൗസിൽ വെച്ചിട്ടാണ് വെടിയേറ്റ് മരിച്ചത്. അവസാനമായിട്ട് ഹേ റാം എന്ന വാക്കാണ് അദ്ദേഹം ഉച്ചരിച്ചത്. അപ്പോൾ ഗാന്ധിജിയെ വെടിവെച്ച തീവ്രവാദിയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം ഗോഡ്സേനെ തൂക്കിലേറ്റിയത് അംബാല ജയിലായിരുന്നു. അത് ഓർത്തിരിക്കുക. നാഥുറാം വിനായക് ഗോഡ്സേനെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിലായിരുന്നു. ഇനി മുഹമ്മദ് അലി ജിന്ന നമ്മൾ രണ്ടാമത് പറഞ്ഞ വ്യക്തിയാണ്. 1948 അന്തരിച്ച വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ടു നേഷൻ തിയറി, ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ടു നേഷൻ തിയറി, ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മുഹമ്മദ് അലി ജിന്ന ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത്. അതേപോലെ 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവും മുഹമ്മദ് അലി ജിന്ന തന്നെയാണ്. 1929 14 തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് 1948 സെപ്റ്റംബർ മാസം 11-നാണ്. മുഹമ്മദ് അലി ജിന്ന മരണപ്പെട്ടത് 1948 സെപ്റ്റംബർ 11-നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം മസർ ഇ ഖുയ്ദാണ്. കറാച്ചിയിലെ മസർ ഇ ഖുയ്ദ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായിട്ട് അറിയപ്പെടുന്നത്. കറാച്ചിയിലാണ്, പാകിസ്ഥാനിലെ കറാച്ചിയിലാണ്
സ്ഥിതി ചെയ്യുന്നത് മസർ ഇ ഖുയീദാണ്. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടേത് രാജ്ഘട്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ സമാധി സ്ഥലം മസർ ഇ ഖുയീദ് എന്നുള്ളതാണ്. അത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ. ഇത് UPSC 2016 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആദ്യമായി ആലേഖനം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ദമ്പതികളും ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയുമായിരുന്നു. തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ദമ്പതികൾ ആരൊക്കെയാണ്? ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനമായിരുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഭരണഘടനാ വ്യവസ്ഥ അയിത്ത നിർമ്മാർജ്ജനമായിരുന്നു. അയിത്ത നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 നമുക്കറിയാം. ഇനി രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? അത് നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്തിലാണ് വരുന്നത്? ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. അതിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിയൻ സങ്കല്പത്തിലൂന്നിയ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? അതൊന്ന് ഓർത്തിരിക്കുക. 40, 43, 43B, 46, 47, 48. അപ്പോൾ ആർട്ടിക്കിൾ 40 ഉണ്ട്, 43 ഉണ്ട്, 43B ഉണ്ട്. ഗാന്ധിയൻ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, 43B. അതുപോലെ 46, 47, 48 നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 40, 43, 43B, പിന്നെ 46, 47, 48. അപ്പോൾ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. അത് ഭാഗം 4ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PSC ഗാന്ധിജിയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടോപ്പിക്സും ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക്